പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. 2024 തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പുതുലോകത്തേക്ക് കാൽവെക്കുമ്പോൾ കടന്നുപോയ വർഷത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്. മറ്റേതൊരു മേഖലയിലെ പോലെ തന്നെ സിനിമാ രംഗത്തും ഒട്ടനവധി സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിഭാധനരുടെ വേർപാടിനും ഈ വർഷം നമ്മൾ സാക്ഷിയായി. അവരെ സ്മരിക്കാതെ സിനിമാ പ്രേമികൾക്ക് ഈ വർഷത്തോട് വിട പറയാനാകില്ല. മികച്ച ഒരുപിടി ചലച്ചിത്ര ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ബി രാജേന്ദ്ര പ്രസാദ് എന്ന BR പ്രസാദ് 2023 ജനുവരി 4 ബുധനാഴ്ച തന്റെ 62-ാം വയസ്സിൽ അന്തരിച്ചു. 1993 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ജോണി എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയാണ് BR പ്രസാദ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. 8 പ്രൊഫഷണൽ നാടകങ്ങൾ ഉൾപ്പെടെ 40-ലധികം നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2003 മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലൂടെ ഗാനരചയിതാവായി അദ്ദേഹം ജനപ്രീതി നേടി. തുടർന്ന് 25-ൽ പരം സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതുകയുമുണ്ടായി. 2023 എല്ലാവരെയും ഒരുപോലെ സങ്കടത്തിലാക്കിയ അപ്രതീക്ഷിത വിയോഗമായിരുന്നു സുബി സുരേഷിൻ്റേത്. നടിയായും ടെലിവിഷൻ അവതാരികയായും ഒക്കെ തിളങ്ങിയ സുബി 2023 ഫെബ്രുവരി 22-നാണ് തന്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ലോകത്തോട് വിട പറയുന്നത്. പുരുഷ മേൽക്കോയ്മയുണ്ടായിരുന്ന കോമഡി രംഗത്ത് തന്റേതായ ഇടം നേടിയ താരമാണ് സുബി സുരേഷ്. ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സുബി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചത്. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയാണ് സുബി സിനിമയിലെത്തിയത്. മലയാള സിനിമയ്ക്ക് 2023 സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് ഇന്നസെന്റിന്റെ വിയോഗം. 2023 മാർച്ച് 26-നാണ് ക്യാൻസർ ബാധിതനായ ഇന്നസെന്റ് മരണത്തിന് കീഴടങ്ങിയത്. തന്റേതായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1972 പുറത്തിറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് ഇന്നസെന്റ് മലയാള സിനിമയിലെത്തുന്നത്. ഇളക്കങ്ങൾ എന്ന ചിത്രത്തിലെ കറവക്കാരന്റെ വേഷമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. പിന്നീടങ്ങോട്ട് ഹാസ്യ നടനായും സഹനടനായും വില്ലനായും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. ഇന്നസെന്റ് അടയാളപ്പെടുത്തിയ ഡയലോഗുകൾ ഒരു തവണയെങ്കിലും ഉരുവിടാത്ത മലയാളി പ്രേക്ഷകർ ഉണ്ടാകാൻ സാധ്യതയില്ല. മലയാള സിനിമയിൽ കോഴിക്കോടൻ ശൈലിയുമായി 4 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടൻ മാമുക്കോയ ഏപ്രിൽ 26-നാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. കോഴിക്കോട് സ്വദേശിയായ മാമുക്കോയ നാടകരംഗത്തു നിന്നാണ് സിനിമയിലെത്തിയത്. നാടകവും കല്ലായിലെ മരമളക്കൽ ജോലിയും അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ മലയാളി ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. സ്വതസിദ്ധമായ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച നടൻ ഹരീഷ് പേങ്ങൻ മെയ് 30-നാണ് അന്തരിക്കുന്നത്. ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. മഹേഷിന്റെ പ്രതികാരം, ഷെഫീഖിന്റെ സന്തോഷം, ഹണി ബി 2, വെള്ളരിപ്പട്ടണം, ജാനേമൻ, പ്രിയൻ ഓട്ടത്തിലാണ്, ജോ ആൻഡ് ജോ, മിന്നൽ മുരളി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ചെറുതെങ്കിലും ശ്രദ്ധേയമായ വേഷങ്ങളാണ് ഹരീഷ് പേങ്ങൻ അവതരിപ്പിച്ചത്. നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധി ഒരു വാഹനാപകടത്തെ തുടർന്ന് ജൂൺ 5-നാണ് മരണത്തിന് കീഴടങ്ങുന്നത്. ടെലിവിഷൻ പരിപാടികളിലൂടെ ജനപ്രീതി നേടിയ സുധി 2015-ൽ പുറത്തിറങ്ങിയ കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. കേശു, ഈ വീടിന്റെ നാഥൻ, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, കുട്ടനാടൻ മാർപ്പാപ്പ അടക്കം ഒട്ടേറെ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ കസാൻ ഖാൻ ജൂൺ 12-നാണ് മരണപ്പെടുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഗാന്ധർവം, CID മൂസ, ദി കിങ്, വർണ്ണപ്പകിട്ട്, ഡ്രീംസ്, ദ ഡോൺ, മായാമോഹിനി, രാജാതിരാജ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. ജൂൺ 18-നാണ് പൂജപ്പുരി രവി വാർദ്ധക്യ സഹജമായ അസുഖം മൂലം അന്തരിക്കുന്നത്. 600-ലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നിരവധി സീരിയലുകളിലും അദ്ദേഹം വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വേലുത്തമ്പിതളവ എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്ത് വെള്ളിത്തിരയിൽ അരങ്ങേറിയ പൂജപ്പുരി രവിയെ ശ്രദ്ധേയനാക്കിയത് അമ്മിണി അമ്മാവൻ എന്ന ചിത്രത്തിലെ വേഷമാണ്. 2016-ൽ ഗപ്പി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. സിനിമാ സീരിയൽ താരമായ കൈലാസ് നാഥ് ഓഗസ്റ്റ് 3-നാണ് അന്തരിക്കുന്നത്. എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സജീവമായിരുന്നു കൈലാസ് നാഥ്. ശ്രീകുമാരൻ തമ്പിയുടെ സംവിധാന സഹായിയായാണ് കരിയർ ആരംഭിക്കുന്നത്. മലയാള സിനിമയ്ക്ക് എന്നും നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് സംവിധായകൻ സിദ്ദീഖിന്റെ വേർപാട്. ന്യൂമോണിയയും കരൾ രോഗബാധയും മൂലം ഏറെക്കാലമായി ചികിത്സയിലായിരുന്ന സിദ്ദീഖ് ഈ വർഷം ഓഗസ്റ്റ് 8-നാണ് വിട പറയുന്നത്. കൊച്ചിൻ കലാഭവനിലൂടെയാണ് അദ്ദേഹം കലാരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഫാസിലിന്റെ സിനിമകളിൽ സഹസംവിധായകരായി സിദ്ദീഖും ലാലും ഏറെക്കാലം പ്രവർത്തിച്ചു.
റാംജി റാവു സ്പീക്കിംഗ്, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ട് ഇരുവരും മലയാള സിനിമയെ മറ്റൊരു തലത്തിലെത്തിച്ചു. ലാലിൽ നിന്ന് വേർപിരിഞ്ഞ് സിദ്ദിഖ് സംവിധാനം ചെയ്ത ഹിറ്റ്ലർ, ഫ്രണ്ട്സ്, ക്രോണിക് ബാച്ചിലർ, ബോഡിഗാർഡ് എന്നീ സിനിമകളെല്ലാം വൻ ഹിറ്റുകളായിരുന്നു. ഹിന്ദി, തമിഴ് സിനിമാ രംഗത്തും സിദ്ദിഖ് സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. സിനിമാ സീരിയൽ താരമായ അപർണ നായരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സെപ്റ്റംബർ 1 സംഭവം. അച്ചായൻസ്, കോടതി സമക്ഷം ബാലൻ വക്കീൽ, കൽക്കി, മേഘതീർത്ഥം, മുദ്ദുഗൗ തുടങ്ങിയ സിനിമകളിലും ചന്ദനമഴ, ആത്മസഖി, മൈഥിലി വീണ്ടും വരുന്നു, ദേവസ്പർശം തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2009 മേഘതീർത്ഥം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമാ പ്രവേശനം. സംവിധായകൻ KG ജോർജ് സെപ്റ്റംബർ 24 77ാമത്തെ വയസ്സിൽ എറണാകുളം കാക്കനാട്ടുള്ള വൃദ്ധസദനത്തിൽ വെച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മലയാള സിനിമ കണ്ട ഏറ്റവും മഹാനായ സംവിധായകനായിരുന്നു KG ജോർജ്. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സൂക്ഷ്മതകളെ സിനിമയെന്ന മാധ്യമത്തിലൂടെ ഇത്ര ഗംഭീരമായി ആവിഷ്കരിച്ച മറ്റൊരു സംവിധായകൻ നമുക്കില്ല. KG ജോർജ് മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് നേടിയ സ്വപ്നാടനം എന്ന ചിത്രത്തിലൂടെയാണ് തൻ്റെ അരങ്ങേറ്റം കുറിച്ചത്. ഉൾക്കടൽ, മേള, യവനിക, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, ആദാമിന്റെ വാരിയല്, പഞ്ചവടിപ്പാലം, ഇരകൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന ചിത്രങ്ങൾ. 9 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ JC ഡാനിയേൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്നാണ് കുണ്ടറ ജോണി മരിക്കുന്നത്. ഒക്ടോബർ 17 അന്ത്യം. 1979 നിത്യവസന്തം എന്ന ചിത്രത്തിലൂടെയാണ് ജോണി അഭിനയ രംഗത്തെത്തിയത്. 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം മോഹൻലാലിനൊപ്പം കിരീടത്തിൽ ചെയ്ത പരമേശ്വരൻ എന്ന കഥാപാത്രവും ചെങ്കോലിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധേയമായിരുന്നു. സിനിമാ സീരിയൽ താരമായ രഞ്ജുഷയെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ഒക്ടോബർ 30 തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. മകളുടെ അമ്മ, സ്ത്രീ തുടങ്ങിയ സീരിയലുകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് രഞ്ജുഷ പ്രശസ്തയാകുന്നത്. സിറ്റി ഓഫ് ഗോഡ്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ലീസമ്മയുടെ വീട്, ബോംബെ മാർച്ച് 12, തലപ്പാവ്, വാദ്യാർ, വൺ വേ ടിക്കറ്റ്, കാര്യസ്ഥൻ, അത്ഭുതദ്വീപ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ മുഹമ്മദ് ഹനീഫ് നവംബർ 9 അന്തരിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം. നാടകത്തിലൂടെ തുടങ്ങിയ കലാജീവിതമാണ് ഹനീഫിനെ കലാഭവനിൽ എത്തിച്ചത്. 1990 ചെപ്പുകിലുക്കണ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെയാണ് കലാഭവൻ ഹനീഫ് സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. ഈ പറക്കും തളിക, പാണ്ടിപ്പട, കട്ടപ്പനയിലെ ഋതിക് റോഷൻ തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായി. സിനിമകൾ കൂടാതെ 60ഓളം ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അയ്യപ്പനും കോശിയും, ഭൂതകാലം, കുറി, നത്തോലി, ഒരു ചെറിയ മീനല്ല, പ്രിയൻ ഓട്ടത്തിലാണ്, ജൂൺ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ചെറുതെങ്കിലും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ വിനോദ് തോമസ് 47ാമത്തെ വയസ്സിലാണ് അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത്. നവംബർ 18 കോട്ടയം പാമ്പാടി ഡ്രീംലാൻഡ് ബാറിന് സമീപത്ത് പാർക്ക് ചെയ്ത കാറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിളിച്ചിട്ടും തുറക്കാതെ വന്നതോടെ കാറിന്റെ ചില്ല് പൊട്ടിച്ച് അദ്ദേഹത്തെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. നടിയും കർണാടക സംഗീതജ്ഞയുമായ R. സുബ്ബലക്ഷ്മി നവംബർ 30 അന്തരിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാള സിനിമയിലെ മുത്തശ്ശിയായാണ് R. സുബ്ബലക്ഷ്മി അറിയപ്പെടുന്നത്. 2002 ഇറങ്ങിയ രഞ്ജിത്ത് ചിത്രം നന്ദനത്തിലൂടെയാണ് സുബ്ബലക്ഷ്മി അഭിനയ രംഗത്തേക്ക് കടന്നുവന്നത്. കല്യാണരാമൻ എന്ന ചിത്രത്തിലെ പ്രകടനം മലയാളിക്ക് മറക്കാൻ കഴിയുന്നതല്ല. ചെറുതും വലുതുമായി അനേകം മുത്തശ്ശി കഥാപാത്രങ്ങളെ മനോഹരമാക്കാൻ അവർക്ക് സാധിച്ചു. എല്ലാ പ്രതിഭകൾക്കും ഒരിക്കൽ കൂടി പ്രണാമം. ഇവിടെ പരാമർശിക്കാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് അവരുടെ പേരുകൾ രേഖപ്പെടുത്തുമല്ലോ.